ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബണ്ണാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ടൊരു കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടൊരു ലൈസിനെ വെച്ച് തുന്നിയെടുക്കുന്നുണ്ട്. ഈ ലൈസ് വെച്ചിട്ടുള്ള ആ ഒരു നല്ല വശം ഉണ്ടല്ലോ, ആ ഒരു നല്ല വശത്തിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കൂടി 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ നല്ല വശത്തിനെ ഇതിൻ്റെ പുറത്തേക്കൊന്ന് പുറം മറച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെയുള്ള വർക്കുകൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1/4 ഇഞ്ച് വീതിയുള്ള ഒരു എലാസ്റ്റിക് എടുക്കുന്നുണ്ട്. അതിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ കിട്ടുന്നതാണ്. അതിനെ രണ്ടും കൂടെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കൂടി ഒന്ന് തുന്നി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കൊരു ബണ്ണ് കിട്ടുന്നതാണ്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ തന്നെ 2 പീസ് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഇഞ്ചും വിടുത്ത് വരുന്നത് 3.5 ഇഞ്ചുമാണ് കേട്ടോ. അതിനുശേഷം അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൊത്തത്തിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. നല്ല വശം ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ബേക്കിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം അതിൻ്റെ ബേക്കിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് പുറം മറച്ചെടുക്കാം. പുറം മറച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കൂടി ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം. ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് ഇതിനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലൂടെ ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മൊത്തമായിട്ട് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഐഡിയാസൊക്കെ അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേസ് ഉണ്ടല്ലോ, ആ ഒരു ലേസിലേക്ക് റൗണ്ട് ലേസുകളെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കമൻസും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം കിഡിലെ വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. താങ്ക് യു.